നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഗ്രീൻ പീസ് എഗ് മസാല ഇല്ലേ, അത് തയ്യാറാക്കുന്ന കാണാം. അതിനായി എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് സവാള പൊടിയെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വാടിക്കിട്ടിൽ അതിലേക്ക് പച്ചമുളക് പൊടിയെ അരിഞ്ഞതും ഒരു തക്കാളി പൊടിയെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് കിട്ടിയാൽ അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ്. ഇത് കുതിർത്ത് വേവിച്ചെടുത്താണ്, ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്താണ്. നമ്മുടെ കയ്യിൽ പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പച്ച പട്ടാണി എന്ന് പറയുന്നതില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല, കുരുമുളക് പൊടി ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും നാവിന്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് അതിന്റെ പച്ചപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. രുചികരമായ ഗ്രീൻ പീസ് എഗ് മസാല ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തിക്ക് പൂരിക്കും ഒപ്പം കഴിക്കാം, വെറുതെ വേണേലും കഴിക്കാം. ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ.